സ്മൃതി പരുത്തിക്കാട്. ഡൽഹി കോൺഗ്രസിൽ വീണ്ടും രാജി പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. ആപ്പുമായുള്ള സഖ്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഡൽഹി PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി രാജിവെച്ചതിന് പിന്നാലെ മുൻ MLA മാരും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായ നസീബ് സിംഗും നീരജ് ബസോയും രാജിവെച്ചിരിക്കുകയാണ്. ദില്ലി സഖ്യത്തെ ഭയപ്പെട്ട BJPക്ക് ആശ്വാസമാവുകയാണോ ഈ രാജികൾ? അതോ രാജിക്ക് പിന്നിൽ BJP? ദില്ലി കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. അരവിന്ദ് സിംഗ് ലവ്ലിക്ക് പിന്നാലെ 2 MLA-മാർ കൂടി രാജിവെച്ചു. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ഇരുവരും രാജിവെച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് ദില്ലി കോൺഗ്രസിലെ പൊട്ടിത്തെറി. ആം ആദ്മി പാർട്ടിയുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയെ തുടർന്ന് ആദ്യം രാജിവെച്ചത് PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി. കൂടുതൽ പേർ ലവ്ലിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വെട്ടിലായി. പ്രതിസന്ധി രൂക്ഷമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷക ചുമതലയുള്ള 2 മുൻ MLA-മാർ കൂടി രാജിവെച്ചു. നോർത്ത് വെസ്റ്റ് ദില്ലി മണ്ഡലത്തിന്റെ ചുമതലയുള്ള നസീബ് സിംഗും വെസ്റ്റ് ദില്ലി മണ്ഡലത്തിന്റെ ചുമതലയുള്ള നീരജ് ബസോയയുമാണ് രാജിവെച്ചത്. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിലെ അതൃപ്തി പരസ്യമാക്കിയാണ് രാജി. പാർട്ടിയുടെ ആശയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത 2 അപരിചിതരെയാണ് സ്ഥാനാർത്ഥികളാക്കിയതെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് അയച്ച കത്തിൽ ഇരുവരും ചൂണ്ടിക്കാട്ടുന്നു. ദില്ലിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം മാനിച്ചില്ലെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. അഴിമതിയിൽ മുങ്ങിയ AAP-യുടെ 2 നേതാക്കൾ ജയിലിലാണെന്നും AAP-യുമായുള്ള സഖ്യം അപമാനമായാണ് പ്രവർത്തകർ കാണുന്നതെന്നും ഹൈക്കമാൻഡ് ഈ വികാരത്തോട് മുഖം തിരിക്കുകയാണെന്നും നീരജ് ബസോയ കുറ്റപ്പെടുത്തി. നേതാക്കൾ BJP-യിലേക്ക് പോകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കനയ്യകുമാർ, ഉദിത് രാജ് തുടങ്ങിയ സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ നേതാക്കളുടെ രാജി കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമെന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. എത്രയും വേഗം ഹൈക്കമാൻഡ് ഇടപെട്ട പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വിഷയം ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും എന്നുറപ്പ്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ശ്രീനിവാസൻ കൃഷ്ണൻ, ആപ്പിന്റെ പ്രതിനിധി വിനോദ് മാത്യു വിൽസൺ എന്നിവരാണ്. ആദ്യം ശ്രീനിവാസൻ കൃഷ്ണൻ, ഇപ്പോൾ ഡൽഹി കോൺഗ്രസിൽ പ്രതിസന്ധി വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം, അവിടെ ഈ സഖ്യം എന്ന ആലോചന അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിക്കാതെ ആയിരുന്നു എന്നതിന്റെ തെളിവല്ലേ ഇത്? സ്മൃതി, ഇത് അടിസ്ഥാനപരമായിട്ട് ഈ പത്രത്തിൽ ഈ രാജിവെച്ച നേതാക്കന്മാർ പറയുന്ന പോലെയൊന്നുമല്ല. ഇത് സീറ്റ് കിട്ടാത്തതിന്റെ ഒരു ഇച്ഛാഭംഗം മാത്രമാണ്. അരവിന്ദ് സിംഗ് ലവ്ലി ശ്രീ കനയ്യകുമാറിന് അലോട്ട് ചെയ്ത സീറ്റ് കിട്ടാൻ വേണ്ടി അവസാന നിമിഷം വരെ കോൺഗ്രസ് നേതൃത്വത്തിന് അപേക്ഷ നൽകി അവസാന നിമിഷം വരെ ഓടി നടന്നൊരു നേതാവാണ്. പലരും അപേക്ഷ നൽകിയിരുന്നു. അപ്പൊ സീറ്റ് കിട്ടാണ്ട് വന്നപ്പോൾ നേരെ തിരിച്ചു. ഈ ചർച്ചയ്ക്ക്, ആപ്പുമായിട്ടുള്ള ചർച്ചയ്ക്കൊക്കെ സജീവമായി പങ്കെടുത്തൊരു വ്യക്തിയാണ് ഈ ഡൽഹി ഇന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചിട്ടുള്ള അരവിന്ദ് സിംഗ് ലവ്ലി. അപ്പൊ ഇത് അടിസ്ഥാനപരമായിട്ട് ജസ്റ്റ് എ സ്റ്റോം ഇൻ ദ ടീ കപ്പ് എന്ന് പറയില്ലേ, ഒരു ചായക്കോപ്പയിൽ ഒരു കൊടുങ്കാറ്റ് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഡൽഹിയിലുണ്ടായിരുന്നു, ACC-യിലുണ്ടായിരുന്നു. ഇതൊന്നും അവിടെ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന പോലുമില്ല. അവിടെ അടിസ്ഥാനപരമായ പ്രശ്നം ജനങ്ങളെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ ഇപ്പൊ നേരിട്ട് പറയാണ്. ഇപ്പൊ ഞാൻ സഞ്ചരിച്ച പല ഓട്ടോറിക്ഷക്കാരോടും ഡ്രൈവർമാരോടും ഒക്കെ ചോദിച്ചു. അതിൽ 90% ആളുകളും പണ്ട് BJP-ക്ക് വോട്ട് ചെയ്തിരുന്നവർ തന്നെ പറഞ്ഞത് ഞങ്ങളിപ്പം മറച്ചു കുത്തുന്നു, ഇപ്രാവശ്യം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യില്ല, ഞങ്ങൾ കോൺഗ്രസിനും മാപ്പിനുമാണ് നൽകാൻ പോകുന്നത്. കാരണം സാധാരണ ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം ഒന്നും ചെയ്തിട്ടില്ല, വാചകം മാത്രമാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ചായക്കപ്പയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചായക്കപ്പയിൽ ഒരു കൊടുങ്കാറ്റ് കവിഞ്ഞ് ഇതിനൊന്നും ഒരു പ്രാധാന്യം നൽകേണ്ട. അപ്പൊ നോർത്ത് വെസ്റ്റ് ഡൽഹിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചാർജ് ആരായിരുന്നു, ഒരു മുൻ MLA രാജിവെച്ചുകൊണ്ടൊന്നും ജനങ്ങൾ വോട്ട് മാറ്റാനൊന്നും പോകില്ല. ജനങ്ങൾ അവിടെ തീരുമാനിച്ചു ഇപ്രാവശ്യം മോഡിക്ക് എതിരായിട്ടുള്ള ഒരു ഇതാണെന്ന്. കാരണം ഉത്തരേന്ത്യയിൽ നമ്മളിവിടെ കാണുന്ന പോലെയല്ല, പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിനെതിരെ നമ്മൾ അറിയാത്ത ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു വലിയൊരു സ്വെൽ ഓഫ് ഓപ്പോസിഷൻ ഒരു കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. പിന്നെ ആപ്പായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കേരളത്തില് CPM ആയിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒത്തൊരുമിച്ച് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബേസിക് രാജ്യം നേരിടുന്ന ബേസിക് അടിസ്ഥാന തത്വങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒത്തൊരുമിച്ച് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെക്യുലറിസം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ, 300 ദശലക്ഷത്തിലധികം വരുന്ന ഒരു പ്രത്യേക സമുദായത്തിനെതിരെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഈ വക പാർട്ടികൾക്ക് ഒന്നും യോജിക്കാൻ പറ്റില്ല. അപ്പൊ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ആദ്യം നിങ്ങൾ വിശ്വാസം എടുക്കേണ്ടത് നിങ്ങളുടെ പ്രാദേശിക നേതൃത്വത്തെയാണല്ലോ. അവർക്ക് അതിൽ ഒരു
വിശ്വാസം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളെ അവിടെ തോൽപ്പിച്ചത്, ആദ്യം ഇല്ലാതാക്കിയത് ആപ്പാണ്. ആ വികാരത്തിൽ നിന്നും അവിടുത്തെ പ്രാദേശിക നേതൃത്വം മാറുന്നില്ല എങ്കിൽ അതിൽ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡിന് നിങ്ങളുടെ പ്രാദേശിക നേതൃത്വത്തെ ആ തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? ആപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ നിലപാട് മാറ്റാൻ കഴിയണ്ടേ? ചില്ലറക്കാരനാണോ? PCC അധ്യക്ഷനാണ്. ഇപ്പോൾ 2 MLA മാർ, അവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ കൂടിയായിരുന്നു, അവർ കൂടി രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. സ്മൃതി, ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കണം എന്ന് കേൾക്കുന്ന ജനങ്ങള്. ഇത് പാർലമെന്റിലെ സീറ്റ് കാൻഡിഡേറ്റ് അലോട്ട് ചെയ്യുന്നവരെ അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട ആ നിമിഷം മുതൽ മാത്രമാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ PCC പ്രസിഡന്റായിട്ട് ചർച്ച ചെയ്യാണ്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ഇലക്ട്രൽ അലയൻസ് എന്താണെന്ന് തീരുമാനിക്കൂ. ഇവരൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ്. മാത്രമല്ല, ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഈ ലൗലി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു, പ്രതിഷേധത്തിലൊക്കെ പങ്കെടുത്തതാണ്. സീറ്റ് അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ കന്നയ്യകുമാറിന് മത്സരിച്ച സീറ്റിലാണ് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടായിരുന്നത്. ആ സീറ്റ് കന്നയ്യകുമാറിന് കൊടുത്തപ്പോൾ പിന്നെ ആപ്പായിട്ടുള്ള സഖ്യം ശരിയല്ല, പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ള ഇതായി. ഈ ലൗലി എന്ന് പറഞ്ഞ വ്യക്തി ഇതിനു മുമ്പും കോൺഗ്രസ് പാർട്ടി വിട്ട് BJP-ൽ പോയതാണ്. പിന്നെ അവിടെ വഴക്കിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസ് ബ്രോഡ് മൈൻഡ് പാർട്ടിയായിട്ട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുത്തു. കൊടുത്തു. അത് തെറ്റായിരിക്കാൻ ശരിയായിരിക്കാൻ തിരിഞ്ഞു നോക്കുമ്പോ അല്ല, അതിപ്പോ എല്ലാ പാർട്ടിയിലും കുറച്ചൊക്കെ പോയിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ BJP-യിലേക്ക് എത്ര പേര് പോകണു നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പൊ മഹാരാഷ്ട്രയിൽ എത്ര നേതാക്കന്മാർ അവിടേക്ക് പോയി, എത്ര NCP നേതാക്കന്മാർ പോയി. അപ്പൊ അതിനൊന്നും തെറ്റില്ല. പിന്നെ സീറ്റ് കിട്ടാണ്ട് ഇപ്പൊ കർണാടകയിൽ ഈശ്വരപ്പയ്ക്ക് മകന് സീറ്റ് കിട്ടാണ്ട് വന്നപ്പോൾ വലിയ പ്രതിഷേധമായിട്ട് പുറത്തു പോയല്ലോ. അപ്പൊ അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അത് ഇപ്പൊ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, നേരിട്ടുള്ള അനുഭവം കൊണ്ട് പറയാം, ജനം അടിസ്ഥാനപരമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലൗലി പോയോന്നോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന പണ്ടെങ്ങാണ്ടായിരുന്ന ഒരു MLA വിട്ടു പോയോന്ന് ഇപ്പൊ നോക്കിയിട്ടൊന്നും വോട്ട് ചെയ്യാൻ പോണേ. ഗവൺമെന്റിനെതിരെ സാധാരണക്കാരിൽ ജനങ്ങൾക്ക് ഈ വില കയറ്റത്തിനും തൊഴിലില്ലായ്മ അത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിഫലിക്കും. ഇവരെ ഉള്ള പ്രതിഷേധം ജനങ്ങൾക്കറിയാം. സീറ്റ് കിട്ടാത്തതിന്റെ ഇച്ഛാഭംഗം മാത്രം. ചർച്ചയിൽ ആദ്യം പങ്കെടുത്തത് ആപ്പ് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് അവരുടെ പ്രശ്നം, അവർ പരിഹരിക്കട്ടെ എന്ന രൂപത്തിലാണോ? കാരണം ഈ ഒരു സഖ്യമുണ്ടാക്കിയത് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7-7 BJP കൊണ്ടുപോവുകയായിരുന്നു. അതിനെതിരെയാണ് ഒരു തരത്തിലും യോജിക്കില്ല എന്ന് കരുതിയ 2 കക്ഷികൾ യോജിക്കുന്നത്. ആ സഖ്യത്തിന്റെ ആശങ്കയിലാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് പോലും എന്നാണ് നിങ്ങൾ സംശയിച്ചിരുന്നത്. അവിടേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പിണങ്ങി ഇറങ്ങുന്നത്. എങ്ങനെയാണ് ആപ്പ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അവസാനം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വെച്ച ഒരു പോയിന്റോടുകൂടി ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഈ അരവിന്ദ് സിംഗ് ലൗലി എന്ന് പറയുന്ന വ്യക്തി 2017-ൽ BJP-യിലേക്ക് പോവുകയും BJP-യിലേക്ക് പോകാൻ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ ന്യായം 31 വർഷമായി ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, എനിക്ക് യാതൊരു സ്ഥാനമാനങ്ങളും നൽകിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പാർട്ടിയിലേക്ക് പോവുകയും 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ വരികയും തിരികെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ BJP-യിൽ മിസ്ഫിറ്റ് ആണ് എന്ന് പറഞ്ഞ് തിരികെ വരികയും ചെയ്ത ആളാണ് അരവിന്ദ് സിംഗ് ലൗലി. അദ്ദേഹത്തെ അന്ന് സ്വീകരിച്ച വ്യക്തികൾ ഒന്ന് PC ചാക്കോയും പിന്നെ അജയ് മാക്കനും എന്ന് പറയുന്ന 2 കോൺഗ്രസ്സുകാരാണ്. PC ചാക്കോ ഇന്ന് പാർട്ടിയിലില്ല. പാർട്ടിയുടെ നേതൃത്വത്തെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് പാർട്ടി വിട്ടു. അജയ് മാക്കൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. പക്ഷേ മുഖ്യധാര കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇല്ലതാനും. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ അരവിന്ദ് സിംഗ് ലൗലി പോയതെന്ന് തിരിച്ചു വന്നതൊക്കെ നമുക്ക് വ്യക്തമാണ്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച് കോൺഗ്രസിന്റെ പ്രതി പറയുകയും ചെയ്തു. നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തു തന്നെയാണ് ആം ആദ്മി പാർട്ടി വന്നത്. എല്ലാ ചർച്ചകളും ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അഴിമതിക്കപ്പുറത്തേക്ക് ഭരണഘടനാപരമായിട്ടുള്ള ചില ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷിതത്വങ്ങളും സൗകര്യങ്ങളും രാജ്യത്ത് നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 2 വിരുദ്ധ ചേരിയിൽ നിന്ന് കക്ഷികൾ ഒന്നിച്ചത്. അത് BJP-യെ വല്ലാണ്ട് ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ടെന്ന് സത്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2019-ൽ തന്നെ അരവിന്ദ് കെജ്രിവാളും സംഘവും നമുക്കറിയാം അന്ന് അതിശക്തമായി കോൺഗ്രസിനെതിരെ സമരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പോലും 2019 ലോക്സഭാ ഇലക്ഷനിൽ അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വെച്ചൊരു ഒരു വിഷയമായിരുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അന്ന് എന്തായിരുന്നു പ്രശ്നം? അന്നും ഈ PC ചാക്കോയും അജയ് മാക്കനും അതുപോലെ ഷീലാ ദീക്ഷിത്തുമായിരുന്നു അതിന് ഏറ്റവും ഘടകവിരുദ്ധമായി നിൽക്കുകയും ആ സഖ്യ സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ 7 സീറ്റുകളും BJP നേടി. അപ്പോൾ ഇത്തവണ അത്തരത്തിൽ ആകരുത്. കാരണം വലിയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കിയാണ് ഈ എല്ലാ വിയോജിപ്പുകളും മാറ്റി യോജിക്കാൻ ഇവിടെ ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെ ആക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ 4 വർഷം മുമ്പുള്ള അതിപ്രശസ്തമായ ഒരു പ്രസംഗം ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. രാംലീല മൈതാനിയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ 1.5 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചത് സാക്ഷാൽ നെഹ്റുവിനെ പറ്റിയാണ്. നെഹ്റു എന്ന് പറയുന്ന രാജ്യതന്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ലോക
ലോകം അംഗീകരിക്കുന്ന ദീർഘദർശിയായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ത്യക്ക് നൽകിയ സംഭാവനകളെ പറ്റി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചത്. അതിൽ IIT ഗോരഖ്പൂരിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിറ്റിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നെഹ്റു രാജ്യത്തിന് സംഭാവന നൽകിയ എല്ലാത്തിനെയും സ്വീകരിക്കണമെന്നും അദ്ദേഹം ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും ദീർഘദർശിയായ പ്രധാനമന്ത്രിയാണെന്നും പറയുകയും ഒപ്പം അംബേദ്കറിനെയും പട്ടേലിനെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കൃത്യമായി അടയാളപ്പെടുത്തി പ്രസംഗിച്ചു. പക്ഷേ നരേന്ദ്രമോദി എന്താ ചെയ്യുന്നത്? നെഹ്റു അടക്കമുള്ള കോൺഗ്രസിന്റെ അതിശക്തരായ നേതാക്കന്മാരെ രാജ്യത്തിന് എന്നേക്കുമായി മായ്ച്ചു കളയാനുള്ള പ്രവർത്തനങ്ങൾ സംഘപരിവാർ നടത്തുന്നു. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ആശയത്തോടോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമോ ഇന്ത്യയിൽ നശിച്ചു കാണണമെന്ന് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ യോജിപ്പുകൾ വളരെ എളുപ്പവുമായിരുന്നു. എന്താണ് പ്രശ്നം? അഴിമതിക്കെതിരെ സമരം ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ കോൺഗ്രസിന്റെ മറ്റൊരു കാര്യം, ഇപ്പം ലൗലി പോയത് എന്തുകൊണ്ടാണ്? ആം ആദ്മിയായിട്ട് യോജിക്കാൻ കഴിയത്തില്ല എന്നാണ് അദ്ദേഹം വെച്ച നിലപാട്. സ്മൃതിക്ക് രാഷ്ട്രീയ ചരിത്രം നന്നായി അറിയാമല്ലോ. നമുക്കറിയാം, നമുക്ക് തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്? 1997 ഈ പറയുന്ന മമതാ ബാനർജി കോൺഗ്രസിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ വിട്ടുപോവുകയും സോണിയാഗാന്ധി തിരിച്ചു വന്നാൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറയുകയും പിന്നീട് അവർ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും അടൽ ബിഹാരി വാജ്പേയിയുടെ ക്യാബിനറ്റിൽ മന്ത്രിയാവുകയും ചെയ്തതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി. ഇന്ന് അതേ തൃണമൂൽ കോൺഗ്രസിനെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ മുൻകൈ എടുക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ബംഗാളിൽ സഖ്യമില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ജയിച്ചാൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നു. നമുക്ക് NCP പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്? 1999 കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താരിഖ് അൻവറും സാത്മയും ശരത് പവാറും ചേർന്ന് NCP സൃഷ്ടിച്ചു. അന്ന് നമുക്കറിയാം അതിശക്തമായ വിമർശനമായിരുന്നില്ലേ സോണിയാഗാന്ധിക്കെതിരെ? പക്ഷെ പിന്നീട് ഇപ്പോൾ NCPയെ സ്വീകരിക്കുകയല്ലേ YSR കോൺഗ്രസ്. നമുക്കറിയാം ഇത്തരത്തിൽ പഞ്ചാബിൽ നമ്മൾ കണ്ടതല്ലേ, പഞ്ചാബിൽ കോൺഗ്രസ് എങ്ങനെ ഇല്ലാണ്ടായി പോയത്? അവിടെ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന അതിശക്തനായ ഒരു മനുഷ്യൻ നിൽക്കുകയും പഞ്ചാബിലേക്ക് സിദ്ധുവിനെ കൊണ്ടുവരികയും സിംഗ് പിണങ്ങിപ്പോവുകയും അദ്ദേഹം BJPയിൽ പോവുകയും ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയവരുമായിട്ടൊക്കെ സഖ്യങ്ങൾ കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്തരം ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പൊ ഈ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സീറ്റ് കിട്ടാത്തതിന്റെ ഇച്ഛാഭംഗം മാത്രമാണ്. ശരി, ആ ഇച്ഛാഭംഗം പക്ഷേ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനുകൂടി കോൺഗ്രസ് മറുപടി നൽകണം. ശ്രീനിവാസൻ കൃഷ്ണൻ, ഇതിപ്പോൾ ആപ്പിനെ സംബന്ധിച്ച് അവർ മത്സരിക്കുന്ന 4 സീറ്റിലും വിജയം ഉറപ്പാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഇപ്പോൾ സുനിത തന്നെ പ്രചാരണത്തിനിറങ്ങുകയാണ്, സുനിത കേജ്രിവാൾ തന്നെ പ്രചാരണത്തിനിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സഹതാപ തരംഗം അവിടെ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഇപ്പുറത്ത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ലവ്ലി പുറത്തേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്നും കരുതുകയാണ്. എന്താണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ കാണുന്നത്? ഈ സീറ്റ് മോഹികൾ പോയി എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? അത് ഇതേപോലത്തെ പല നേതാക്കന്മാരും, അവസരവാദികളായ പല നേതാക്കളും പല കാലഘട്ടത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ചാർജ് ഉണ്ടായിരുന്ന തെലങ്കാന 4.5 വർഷം ചാർജ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പല നേതാക്കളും വിട്ടുപോയി. അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ജനം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അല്ലാണ്ട് ഒരു നേതാവ് അങ്ങോട്ട് പോയോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൻസിയുടെ ചാർജ് ആയിട്ടുള്ള ഒരാൾ രാജിവെച്ചോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ജനം ഇപ്രാവശ്യം തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ആര് ഭരിക്കണം എന്നുള്ളതല്ല, രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കണോ? ഭരണഘടനയ്ക്ക് മുഖ്യ ബല നൽകിയിട്ടാണോ ഭരിക്കേണ്ടത്? പാർലമെന്ററി സംവിധാനം വേണോ? അല്ലെങ്കിൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഒരു ഈക്വൽ സിറ്റിസൺ എന്നുള്ള റൈറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ പത്രസ്വാതന്ത്ര്യം വേണോ? വ്യക്തി സ്വാതന്ത്ര്യം വേണോ? ഇതൊക്കെയാണ് ആശയങ്ങള്, അല്ലാതെ ആര് ഭരിക്കുമെന്നുള്ളതല്ല. അപ്പൊ എങ്ങനെ ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ആപ്പൊക്കെ ഒത്തൊരുമിച്ച് ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA നിൽക്കുന്നു. അതിലാണ് ജനം ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ജനം അത് എടുത്തു പറയേണ്ടതാണ്. വെറും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. നേരെ മറിച്ച് അപ്പുറത്ത് സാധാരണക്കാർക്കും കർഷകർക്ക് വേണ്ടിയിട്ടും വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും അതിന് ഈ ഒരു നേതാവ് അങ്ങോട്ട് ചാടി എങ്ങോട്ട്. ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ ശ്രീ ലൗലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മറ്റേ കന്നയ്യകുമാർ എന്ന ഒരു യുവാവിന് നൽകിയ സീറ്റ് അദ്ദേഹം പുറത്തു നിന്ന് വന്നാണെന്ന്. ഷീലാ ദീക്ഷിത് ഡൽഹിക്കാരിയായിരുന്നു. ആ ഡൽഹി ക്യാബിനറ്റിൽ ഇവർ മന്ത്രിയായിരുന്നില്ല. ഷീലാ ദീക്ഷിത് ഉത്തർപ്രദേശിൽ നിന്നുള്ള സ്ത്രീയാണ്. അവര് ജയിച്ചിട്ട് ശ്രീ രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിലായിരുന്നപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചിട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡൽഹിയിലുള്ള 90% പേരും പുറത്തുനിന്നുള്ളവരാ. ഇദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അന്നൊന്നും കംപ്ലൈന്റ് ഇല്ല. ഇത് വെറും സീറ്റ് കിട്ടാതെ ഇതൊന്നും കോൺഗ്രസും ജനവും കാര്യമായിട്ട് എടുക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വിനോദ് മാത്യു, നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം സാഹചര്യങ്ങൾ അനുകൂലമാണെന്നാണ് കരുതുന്നത്? ഇതിപ്പോൾ ഈ 25-ാം തീയതിയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തിനു അറസ്റ്റ് ചെയ്തു എന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് കേന്ദ്ര ഏജൻസി മറുപടി പറയേണ്ടതുണ്ട്.
തീർച്ചയായിട്ടും അത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ ശക്തമായി തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ എല്ലാ സാധ്യതകളും ഉണ്ടായതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി അടക്കം വർഗീയ പരാമർശങ്ങളിലേക്ക് പോകുന്നത്. സ്മൃതി പറഞ്ഞു വെക്കാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സമയക്കുറവ് ഉണ്ടായതുകൊണ്ട്. കോൺഗ്രസ്സുകാരെ ഉപദേശിക്കുന്നതിനോ കോൺഗ്രസ്സുകാരെ എങ്ങനെ പോകണമെന്ന് പറയാനോ ഞാൻ ആളൊന്നുമല്ല. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം 66 വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് നൽകിയ വികസന സംഭാവനകൾ തന്നെയാണ്, അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പിന്നീട് നരേന്ദ്രമോദിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 99-ൽ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു മൻമോഹൻ സിംഗും എടുത്ത ധീരമായ നടപടിയുടെ ഭാഗമായ സാമ്പത്തിക നയം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ കോൺഗ്രസ് നൽകിയ സംഭാവന നമുക്ക് എല്ലാ മേഖലകളിലും അറിയാം. പക്ഷേ എന്താണ് കോൺഗ്രസ് സംഭവിച്ചതെന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ മനസ്സിലാക്കണം. ആദർശത്തെയും പ്രസ്ഥാനത്തെയും വിട്ട് സ്ഥാനമാനങ്ങളെ സ്നേഹിക്കുകയും അധികാരത്തിന്റെ പുറകെ പോവുകയും കോക്കസുകൾ രൂപപ്പെടുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അത് മാറ്റി ഒരു ജനാധിപത്യ രാജ്യത്തെ മനോഹരമാക്കാൻ കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ശ്രീനിവാസൻ കൃഷ്ണൻ, വിനോദ് മാത്യു വിൽസൺ ചർച്ചയിൽ പങ്കെടുത്തതിന്. Debate with Smriti Parithikad.